ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു 1-to-1 സെഷന് പോയായിരുന്നു. എനിക്ക് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 2 സെഷൻ കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു കാര്യം, എന്തിനാണ് ഞാൻ ഇത്രയും റിജിഡായിരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുംപിടുത്തം എന്തിനാണ് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എനിക്കറിയാം, ചോദിച്ചത് കൂടുതലും ഞാൻ ഒത്തിരി ടയർഡായി പോകുന്നതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടൊരു ജോലിക്കാരിനെ വെക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ റിജിഡ്നെസ്സിൻ്റെ ഏരിയയിലേക്ക് സംസാരം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ട്രൈ ചെയ്യാം. പക്ഷേ ഇതിനു മുന്നേ ഞാൻ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്കൊരു ജോലിക്കാരിനെ വെക്കാൻ പറ്റാത്തത്. പക്ഷേ അതെനിക്ക് അന്നേരം എനിക്ക് പറയാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ പേരെ ട്രൈ ചെയ്തതാണ്, ഒരു 4-5 പേരെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ചിലർ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നു, ചിലർ അറിയില്ല, അങ്ങനെ കുറേ റീസൺസ് കാരണമാണ് നമ്മളത് വേണ്ടെന്ന് വെച്ചത്. അതോടെ നിൽക്കട്ടെ. ആ ഒരു ചോദ്യം എനിക്ക് കുറച്ച് എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഓക്കെ ശരി, എന്തുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ റിജിഡായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഓരോ കാര്യത്തിന് ഭയങ്കര കർക്കശമായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ അല്ലെങ്കിൽ ഡു ഓർ ഡൈ ആണ്, അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട, അത് കട്ട് ആൻഡ് റൈറ്റ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര വാശി പിടിക്കുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയുന്നുണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് അവർ, ഇത് നല്ലൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ഈ വാശി ഉള്ള ആൾക്കാരുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. കാരണം ഇവരുടെ ഈ വാശി കാരണം ചുറ്റും നിൽക്കുന്ന റിലേഷൻ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിക്കും വളരെ കുഞ്ഞിലെ തന്നെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടാതെ നമ്മൾ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ കൂടുതലും ഉള്ളത്. എനിക്കൊരു ഹെൽപ്പ്, ഒരു ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ് വന്ന് നിന്ന് പറഞ്ഞു തരാനായിട്ട് ആൾക്കാർ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ഇത് പറയുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അതായത് ഇപ്പോൾ കുഞ്ഞിലത്തെ കാര്യം എടുക്കാം. കുഞ്ഞിലെ നമുക്ക് നമ്മുടെ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ ഒരു 10th കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അന്നെടുത്ത് പറയും, നമ്മൾ അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ നീ ഇപ്പം +1 +2 നമ്മൾ തോറ്റു കഴിഞ്ഞാലും സ്റ്റിൽ ദർ ഇസ് ഹോപ്പ്, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് ഇപ്പം നമുക്കുണ്ട്. അല്ല 10th അല്ല 11th അല്ല അല്ലെങ്കിൽ 12th ഒന്നും അല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അറിവ് നമുക്കുണ്ട്. പക്ഷെ അത്ര പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയില്ലാത്ത, എന്നാൽ എനിക്ക് തോന്നുന്നു വിവരം കൂടുതലുണ്ടായിരുന്ന 2 പേരാണ് എനിക്ക് പാരൻസ് ആയിട്ടുണ്ടായിരുന്നത്. അവരെനിക്ക് എന്ത് കാര്യവും സപ്പോർട്ട് നിൽക്കുമെങ്കിലും അവർക്ക് ഗൈഡ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ലെവൽ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വന്നു. അതിനവർ ഓപ്പർച്യൂണിറ്റി തന്നു എന്നുള്ളത് വേറെ കാര്യം, ബട്ട് ഡിസിഷൻ എനിക്ക് തന്നെ എടുക്കേണ്ടി വന്നു. അപ്പം അപ്പനും അമ്മയ്ക്കും ഗൈഡൻസ് തരാൻ പറ്റാത്ത സമയത്തും അവരൊരിക്കലും നമ്മളെ കൊണ്ടുപോയി അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് ഗൈഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് നന്നായെന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം ഇപ്പം ഞാൻ റീസെൻ്റ്ലി മീറ്റ് ചെയ്ത കുറേ പേര് പറഞ്ഞത്, അവർ പഠിച്ചതും അവർ മുന്നോട്ട് പോയതുമെല്ലാം ഈ ബന്ധുക്കളുടെ ഒരു കാരുണ്യം കാരണമായതുകൊണ്ട് അവർക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ ഇപ്പോൾ ഒരു 10-30 വയസ്സായതിനു ശേഷം പറ്റുന്നില്ല. കാരണം ഇവർ പഠിപ്പിച്ചതല്ലേ, അല്ലെങ്കിൽ ഇവരാണല്ലോ കുഞ്ഞിലെ ഇതൊക്കെ നോക്കിയത്, സോ അവൾ ധിക്കരിക്കുന്നു എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് മുന്നോട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ 10-16 പേരുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ വേണം, അല്ലെങ്കിൽ അവൾക്ക് നന്ദിയില്ലാത്തവള് എന്നൊക്കെയുള്ള ഇത് കേൾക്കും എന്നവർ പറയാറുണ്ട്. സോ അത് കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റെ അപ്പനും അമ്മയൊന്നും വേറൊരാളെ വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടൊന്നുമില്ല. അവർക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡിസിഷൻ നമ്മുടേതായിരുന്നു. പറയാനാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 10th കഴിഞ്ഞ് ഏതിലേക്ക് പോകണം, പ്രീ ഡിഗ്രി ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നൊക്കെയുള്ള ഇതിൽ ഒറ്റ മനുഷ്യരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനായിട്ട് എന്തോ ഒരു ദുരഭിമാനം കുഞ്ഞിലേ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനിങ്ങനെ ചുമ്മാ എല്ലാം കുറേ ബുക്കൊക്കെ വായിച്ച് പത്രമൊക്കെ വായിച്ചതിൻ്റെ ബേസിൽ ഞാൻ ഓക്കെ മാത്സ് ആണ് ഭൂലോകത്തിൻ്റെ സ്പന്ദനം, അതുകൊണ്ട് മാത്സ് എടുക്കാം, ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈവൻ പോയിട്ട് സിസ്റ്ററിനോട് സംസാരിക്കുമ്പോൾ, അതായത് ഓൾ സയൻസ് കോളേജിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് സിസ്റ്ററിനോട് സംസാരിക്കുമ്പം ഞാനാണ് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനും
എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ അവരൊന്നും വേണ്ടിയൊന്നുമില്ല. ഏത് ഗ്രൂപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി 96 ആണ്, 100ൽ 96 മാർക്കുണ്ട്. അപ്പോൾ അവർ മറ്റേ BA ഹിസ്റ്ററിയോ BCom അങ്ങനെ എന്തോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാത്സ് തന്നെ വേണം. മാത്സിന് എനിക്ക് തോന്നുന്നു 85 86 അങ്ങനെ കണ്ട എൻ്റെ മാർക്ക്, അത് 82 എന്തായാലും 80-ന് മേലെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാത്സ് തന്നെ വേണം. അങ്ങനെ കടുംപിടുത്തം പിടിച്ച് ഞാൻ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന് കയറുന്നത്. അതിനുശേഷമാണെങ്കിൽ പോലും ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ജോലി വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അതിനൊന്നും ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 2000 രൂപയായിരുന്നു. ഈ 2000 രൂപ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മറ്റേ വണ്ടിക്ക് എണ്ണ അടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ചാച്ചി ഇങ്ങനെ പറയും, നീ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഇത്രയും ദൂരം 10-15 കിലോമീറ്റർ യാത്ര ചെയ്ത് പെട്രോൾ അടിക്കാൻ മാത്രം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഒരു ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നീ വീട്ടിൽ ഇരിക്കും. ഇതാണ് അച്ചാച്ചി പറഞ്ഞത്. കാരണം അവർക്ക് അതാണ് അറിയാവുന്നത്, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ അതെല്ലാം നമ്മുടെ, അതായത് അതിനകത്ത് ആരും എനിക്ക് പറഞ്ഞു തരാനില്ല, നീ ഇങ്ങനെ പോ. അപ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായിരുന്നു, നമ്മൾ എടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതാവട്ടെ ചെയ്യുന്നതാവട്ടെ നമ്മുടെ സ്വന്തം ഡിസിഷനാണ്. അതിൽ ഫെയിലായാലും സക്സസ് ആയാലും അത് ഞാൻ ഓൺ ചെയ്യും, ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എടുക്കും. ഞാൻ പോയ വഴി തെറ്റാണെങ്കിലും എനിക്ക് തന്നെയാണ് അതിൻ്റെ തട്ടുകേട് ഞാൻ സഹിക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ഒക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരാളെപ്പോഴും എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരാളെ ട്രസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ മാക്സിമം ബാക്കിയുള്ളവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. പക്ഷേ ഹെൽപ്പ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ പ്രീ ഡിഗ്രി സമയത്തായാലും ഡിഗ്രി സമയത്താണെങ്കിലും പലരിടത്തുനിന്ന് ഹെൽപ്പ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എനിക്കൊരു ബാക്ക് സ്റ്റാബിങ് പോലെയാണ് എനിക്ക് കൂടുതലും ഫീൽ ചെയ്തേക്കുന്നത്. സോ ഞാൻ പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഈ പഠനത്തിൻ്റെ കേസിൽ അങ്ങനെ അധികം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഇവനൊരു ഡൗട്ട് ചോദിക്കാൻ പോലും എനിക്ക് മടിയാണ്. സോ ഞാൻ ലൈബ്രറിയൊക്കെ കയറി ഇറങ്ങി. എനിക്ക് ട്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ ലൈബ്രറിയൊക്കെ കയറി ഇറങ്ങി ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരുന്ന ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേറൊരു തെണ്ടിയും വേണ്ട എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് വരും, ഓട്ടോമാറ്റിക്കലി വരുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അതുമല്ല, എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിപ്പെൻഡൻസി കുറവാണ് ആൾക്കാരുമായിട്ട്. അത് മേ ബി കുഞ്ഞിലെ ഉണ്ടായിരുന്ന ദുരഭിമാനം പ്ലസ് ഇതുപോലത്തെ അവസ്ഥകൾ, ബാക്ക് സ്റ്റാബിങ് എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ള അവസ്ഥയെ വന്നു കഴിയുമ്പോൾ എനിക്കെല്ലാം അറിയാം, നീ കൂടുതൽ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് മിക്കവരുടെയും പഠിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാനായിട്ട് നമുക്ക് ഭയങ്കര എനിക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുകയാണ്, വേറെ ആരും പറഞ്ഞു തരണ്ടെന്നൊരു ആറ്റിറ്റ്യൂഡ് വരെ വരും. അത് ഈ അടുത്ത കാലത്താണ് ഞാൻ അതൊന്ന് മാറ്റാൻ ശ്രമിച്ചത്. കാരണം കുറേ പേര് അപ്പുറത്ത് നിന്ന് പറയുന്നത് കറക്റ്റ് കാര്യങ്ങളുണ്ട്, നമ്മളങ്ങനെ ഭയങ്കര ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കളയുവാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ആ ക്യാരക്ടർ ഫോർമേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ പേരൻസിൻ്റെ ആ സൈഡിൽ നിന്ന് നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ഒരു ജോലിയിലേക്ക് കടന്നു. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ആ സ്ട്രഗിൾസ്, അതായത് ഇപ്പോൾ ജോലിയിലേക്ക് കടന്നൊക്കെ കഴിയുമ്പം നമുക്കുണ്ടാകുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ടല്ലോ. അത് ഇമോഷണലി ആവട്ടെ, നമുക്ക് മെൻ്റലി ആവട്ടെ, കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. പക്ഷേ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലൊക്കെ ഇരിക്കുമ്പം നമുക്ക് ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലുണ്ടായിരുന്ന പോലത്തെ ബാക്ക് സ്റ്റാബിങ് ഒക്കെ കണ്ടു കഴിയുമ്പം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ തുടങ്ങും. ഇപ്പോൾ പേരൻസിന് അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ, ഒരു ഗൈഡൻസ് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ, കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹസ്ബൻഡിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കും. പക്ഷെ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് തോന്നുന്നു എൻ്റെ അച്ചാച്ചിക്കും അമ്മച്ചിയൊക്കെ ഒരു തനി പകർപ്പ് തന്നെയായിരിക്കും. എൻ്റെ അച്ചാച്ചിക്കും അമ്മച്ചിക്കും അവർക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനായിരുന്നു. അത് അങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടർ. അങ്ങനെ നമുക്ക് വന്ന് ഹെൽപ്പ് ഓഫർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ മാക്സിമം പുള്ളിയുടെ താഴോട്ട് പുള്ളിയുടെ കൽക്കീഴിലാവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും നിർദാക്ഷിണ്യം അടിച്ച് ഓടിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. സോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നതാണ്. ഇവരൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ട് നമ്മളെ പാകപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു കാര്യവും ഇപ്പോൾ നമുക്ക് ഓഫീസിലൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഡീൽ ചെയ്യണം, പുള്ളി അവിടെ ഇന്ന് രണ്ട് ലൈൻ പറയും, എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ആലോചിച്ച് ചെയ്തോണം. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ, അതായത് എനിക്ക് ഫസ്റ്റ് കമ്പനിയിൽ നിന്നൊക്കെ
നമുക്ക് അവസാനം ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല, PF കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് നമ്മൾ വക്കീലുമായിട്ട് സംസാരിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാവട്ടെ, ഇതിനൊന്നും പുള്ളി ഇൻവോൾവേ അല്ല. നമ്മൾ നോർമലി ചിന്തിക്കും നമ്മുടെ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഭാര്യയുടെ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭർത്താവ് അതിനകത്ത് ഇടപെടുമെന്ന് നമ്മൾ വിചാരിക്കും ഒരു നോർമൽ കേസിൽ. പക്ഷെ എൻ്റെ ഭർത്താവ് അതിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹാൻഡ് ഉണ്ടായിരുന്നു. ഞാനൊരു ഡിസിഷൻ എടുത്തു. എഗെയിൻസ്റ്റ് ദ കമ്പനി പോകാനാണെങ്കിലും അവരോട് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിലും, ഈവൻ രണ്ടാമത്തെ കമ്പനിയിലാണെങ്കിലും എനിക്ക് പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഡീൽ ചെയ്യാനാണെങ്കിലും ആരും ഇല്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അപ്പുറം എന്ത് വന്നാലും ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഈവൻ മൈ കരിയർ ചോയ്സസ് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റി. അച്ചച്ചി അമ്മച്ചിയുടെ അവിടെ അതേ സ്പേസ് തന്നെയാണ് ഇവിടെ. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, മനസ്സിലായില്ലേ? വന്നിരുന്ന് മോങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മോങ്ങുകയും ചെയ്യും, ബട്ട് ഡീൽ ചെയ്യുകയും ചെയ്യും. എനിക്ക് ആരും ഹെൽപ്പ് ഇല്ലായിരുന്നു. ഇപ്പോഴും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡിലൊക്കെ ആൾക്കാരുണ്ട്. ഓക്കെ, നീ എങ്ങാനും തളർന്ന് താഴെ വീഴുവാണെങ്കിൽ ഞാൻ ICUയിൽ എടുത്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്, ഇൻക്ലൂഡിങ് മൈ ഹസ്ബൻഡ്. അപ്പം വേറെ ആരും ഹെൽപ്പില്ല. അങ്ങനെ ഒരു ഇമോഷണൽ, ഒരു ഫിസിക്കൽ, ഒരു മെൻ്റൽ, ഫിസിക്കലി വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബാക്കിങ് നമുക്കില്ല. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്നൊരു കാര്യമാണ് ആ കടുംപിടുത്തം. ഈ പട്ടാളക്കാരൊക്കെ ഒരു പട്ടാള ചിട്ടയെന്നൊക്കെ പറയത്തില്ല, അതുപോലെ എനിക്ക് കുറേ ഇവരാരും സപ്പോർട്ടിനില്ലാത്തതുകൊണ്ട് എൻ്റെ ബാറ്റിൽസ് എല്ലാം ഞാൻ തന്നെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ആർക്കും വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാറില്ല. ഇപ്പം എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയി ചെയ്യും. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ബിജുവിനെ കാത്തിങ്ങനെ നിൽക്കും. അപ്പോൾ ബിജുവിൻ്റെയും എൻ്റെയും ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പുള്ളി സമയത്തിനും കാലത്തിനൊന്നും ഇറങ്ങില്ല. ഞാനിപ്പം 8 മണിക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5 മണിക്ക് റെഡി ആയിരിക്കും. പിന്നെ തിരിച്ചു വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ റെഡിയാക്കിയിട്ടായിരിക്കും ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പം കുറേ കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും വേണം. അപ്പം അതെൻ്റെ അച്ഛൻ്റെ ഒരു സ്വഭാവം, എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ കൃത്യ ടൈമിങ്ങാണ്. അപ്പോൾ ഈ ഒരു ഇതും അവരുമായിട്ടും ഞാൻ സിങ്ക് ആവത്തില്ല, ബിജുവായിട്ടും നമ്മൾ സിങ്ക് ആവത്തില്ല. നമ്മൾക്കൊരു കാര്യം വേണം വെച്ചാൽ അപ്പം നടക്കണം. അത് പുള്ളിയായിട്ട് ഉഴപ്പി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, എനിക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടാണെങ്കിലും ക്യാഷിൻ്റെ ഡീലിങ്സ് ആണെങ്കിലും ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് പോയി ചെയ്യാൻ അറിയാം. സോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് വലിയവരെയൊക്കെ താങ്ങുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ഇറങ്ങും. അപ്പോൾ വൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെയും നമ്മൾ തളർന്ന് ഒരു കിടപ്പ് രോഗി ആയില്ലെങ്കിൽ അൺടിൽ ദെൻ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പവർ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈവൻ ക്യാഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ജോലി ചെയ്തു തുടങ്ങിയ സമയത്ത് 10,000-2,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം. പിന്നെ ഒരു 10,000-ലേക്കൊക്കെ എത്തുന്ന സമയം വരെ അച്ചാച്ചിലയിലാണ് പൈസ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പയ്യെ ഞാനത് ATM കാർഡൊക്കെ പുതിയ വന്ന് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാത്തത്. പയ്യെ അച്ചാച്ചിലയിൽ നിന്ന് ഞാൻ ക്യാഷ് ഇങ്ങോട്ട് വലിച്ചു. അതായത് ATM നമ്മുടെ ബാങ്ക് മാറിയാൽ ഞാൻ അച്ചാച്ചിയെടുത്ത് പറയാൻ പോയില്ല. പിന്നെ തൊട്ട് ക്യാഷ് കൈകാര്യം ചെയ്യുന്ന എൻ്റെ കയ്യിലായി. അപ്പോൾ വൺസ് ഈ ക്യാഷ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യനെ നമ്മൾ തൊടിപ്പിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുന്നേ തന്നെ ആ ക്യാഷ് നമ്മുടെ കയ്യിൽ വന്നു, ക്യാഷ് കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ATMയിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത് തൊട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുന്നത് വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ ഇറങ്ങുന്നതിന് എനിക്ക് ഗൈഡൻസ് ബിജുവിൻ്റെ നിന്ന് കിട്ടിയായിരുന്നു. എങ്കിൽ പോലും അതൊരു വൺ ലൈൻ പറഞ്ഞു തരും, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കഷൻസ് ഉണ്ടാവും, അല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലിടുക, അങ്ങനെ പറയാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് എനിക്കാണ്, വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. അപ്പം അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മേ ബി അങ്ങനെ ആയി പോകുന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞു വന്നത് നമ്മൾ എങ്ങനെ റിജിഡായി, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കർക്കശക്കാരിയായി, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാത്ത എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തുടങ്ങുമ്പം ഒരു പ്രത്യേക രീതിയുണ്ട്, ആ രീതിയിൽ തന്നെ പോകണം എന്നൊരു വാശിയിലേക്കൊക്കെ എത്തും. അതിപ്പോൾ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഷെടാ എനിക്കിനിയിപ്പോൾ ഇത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എങ്കിൽ പോലും ഞാനിങ്ങനെ അനലൈസ് ചെയ്യായിരുന്നു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വന്നത്. അത് ബാക്കിയുള്ളവർക്കും പ്രശ്നമാണ്, പക്ഷെ ഞാൻ ഇൻറ്റൻഷനലി ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. ശരിക്കും ഇത് ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ ഒരു റിജിഡ്നെസ് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത്, ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നതൊക്കെ എൻ്റെ ഒരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാൻ കുറേയധികം ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർ ഞാൻ ഭയങ്കര റിജിഡാണ്, ദീപ ഇങ്ങനെ ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഭയങ്കര റോ ആയിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട്
ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കൂടുതൽ ഹേർട്ട് ആവുന്നത് അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാലോചിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇന്നതിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ഇതെനിക്ക് കുറേയധികം മെൻ്റൽ പ്രഷർ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ കൊണ്ടുവരുന്ന ഒരു രീതിയാണിത്. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് എനിക്ക് തന്നെ ഒരു പടച്ചട്ട ഉണ്ടാക്കുകയാണ്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ഇന്ന റീസൺ കാരണമാണെന്ന് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിച്ചാൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവാതെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹേർട്ട് ആവുന്നത്. ഇതൊരു നല്ല കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നമ്മളുടെ ഒരു വേ ഓഫ് പ്രൊട്ടക്റ്റിങ് അവർ സെൽഫാണ്. നമ്മുടെ ഒരു മെൻ്റൽ പീസ്, നമ്മളുടെ ഇമോഷണലി ഒക്കെ നമ്മളെ തന്നെ ഒന്ന് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ്. അതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ട്രൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടിട്ട് എന്ത് തോന്നി എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഇത്രയും കടുംപിടുത്തമുള്ള ആൾക്കാരെ വേറൊരു ആംഗിളിലൂടെ നോക്കിയിട്ടുണ്ടോ എന്ന് പറയാം. അടുത്ത വീഡിയോ നമുക്ക്